അങ്ങനെ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഫസ്റ്റ് T20 ഇന്ത്യ നല്ല ഡോമിനന്റ് ചെയ്ത് തന്നെ ജയിച്ചിരിക്കുകയാണ്. 2024 വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതുവരയ്ക്കും T20 ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഡോമിനൻസ് തന്നെയാണ്. അത് പ്രത്യേകിച്ചും സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ വന്നതിന് ശേഷം ഇന്ത്യ വേറെ ലെവൽ ക്രിക്കറ്റാണ് കളിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ മാച്ച് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പെർഫോമൻസിന് ഇംഗ്ലണ്ടിന്റെ കയ്യിൽ ഒരു രീതിയിലും മറുപടി ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബോളിംഗിൽ വരുൺ ചക്രവർത്തി, ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മ. വരുൺ ചക്രവർത്തിയുടെ കാര്യം തന്നെ എടുത്തു തന്നെ പറയണം. കാര്യം ഇംഗ്ലണ്ടിന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല വരുൺ ചക്രവർത്തിയെ. വരുൺ ചക്രവർത്തിയുടെ പെർഫോമൻസ് ആണ് ഇന്ത്യ ബോൾ ചെയ്തപ്പോൾ ഇംഗ്ലണ്ടിനെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തകർച്ചയിലേക്ക് തള്ളിവിട്ടത്. ഇനി ബാറ്റിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സഞ്ജു സാംസണും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും മികച്ച തുടക്കം തന്നെ ഇന്ത്യക്ക് നൽകി. പക്ഷേ സഞ്ജു സാംസൺ ഇടയ്ക്ക് വീണുപോയെങ്കിലും അഭിഷേക് ശർമ്മയുടെ ഒരു ഇൻക്രെഡിബിൾ ഇന്നിങ്സ് എന്ന് പറയാവുന്ന ഒരു ഇന്നിങ്സ്. ഒന്ന് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര എഫോർട്ട്ലെസ് ആയിട്ടാണ് എതിരാളികൾ എടുത്തിട്ട് പെരുമാറുന്നതെന്ന് ഇന്നത്തെ മാച്ചിൽ അഭിഷേക് ശർമ്മ കാണിച്ചു തന്നു. സത്യം പറഞ്ഞാൽ അഭിഷേക് ശർമ്മയുടെ സെലക്ഷനിൽ ഒരു കല്ലുകടി ഉണ്ടെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അഭിഷേക് ശർമ്മയെ ഇന്ത്യൻ ടീം ഓപ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഉത്തരം അഭിഷേക് ശർമ്മ ഈ പെർഫോമൻസിലൂടെ തന്നു കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള മാച്ചുകളിലും അതിനൊരു കൺസിസ്റ്റൻസി കൂടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് 100% ആ ഒരു സെലക്ഷന് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആവും അഭിഷേക് ശർമ്മയുടെ ഭാഗത്തു നിന്നും. ഇന്ത്യയുടെ ബോളിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു, ഹാർദിക് പാണ്ഡ്യ ഒഴിച്ച്. പ്രത്യേകിച്ചും വരുൺ ചക്രവർത്തി, വിഷ്ണുവും അതുപോലെ തന്നെ അക്ഷർ പട്ടേലും നിരാശപ്പെടുത്തില്ല. അവരും വളരെ നന്നായിട്ട് എറിഞ്ഞു. പക്ഷേ വരുൺ ചക്രവർത്തി എന്ന് പറഞ്ഞ ബോളറിനെ ക്രാക്ക് ചെയ്യാൻ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർക്ക് പറ്റുന്നില്ല. അവർക്കൊരു ആൻസർ ഇല്ലായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലിവിങ്സ്റ്റൺ ഔട്ട് ആയതാണെന്നുണ്ടെങ്കിലും ഹാരി ബ്രൂക്ക് ഔട്ട് ആയതാണെങ്കിലും ഒരു ക്ലൂ ഇല്ലാതാണ് അവർ ഔട്ടായത്. അവർക്ക് ജഡ്ജ് ചെയ്യാനോ റീഡ് ചെയ്യാനോ പറ്റുന്നില്ല വരുൺ ചക്രവർത്തിയെ. വരുൺ ചക്രവർത്തിയെ ക്രാക്ക് ചെയ്യാതെ വരുൺ ചക്രവർത്തിയുടെ ബോൾ ഫേസ് ചെയ്യാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ റെഡി ആവാതെ ഇംഗ്ലണ്ട് ഈ സീരീസിൽ ഇനി ഒരു തിരിച്ചുവരവേ ഉണ്ടാവില്ല. കാരണം അടുത്ത മാച്ച് ചെന്നൈയിലും കൂടാണ്. വരുൺ ചക്രവർത്തി മാത്രമല്ല, വരുൺ ചക്രവർത്തി ഒന്ന് മാറുമ്പോഴത്തേക്ക് അക്ഷർ പട്ടേൽ വരും, അക്ഷർ പട്ടേൽ മാറുമ്പോഴത്തേക്ക് രവി ബിഷ്ണോയ് വരും. സ്പിന്നേഴ്സിന്റെ ക്വാളിറ്റി സ്പിന്നേഴ്സിന്റെ ഒരു നിര തന്നെ ഇന്ത്യക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ത്യ ഇന്ന് ഒരേ ഒരു സ്പെഷ്യലിസ്റ്റ് ഫാസ്റ്റ് ബോളറിനെ കൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത്. ഹാർദിക് പാണ്ഡ്യ മാത്രമേ ഉള്ളായിരുന്നു വേറൊരു ബോൾ ചെയ്തത്. നിതീഷ് കുമാർ റെഡ്ഡി ബോൾ ചെയ്തില്ല. ബാക്കി എല്ലാ സ്പിന്നേഴ്സാണ് ഇംഗ്ലണ്ടിന്റെ അടിവേര് പിഴുതെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഫീൽഡിംഗ് സപ്പോർട്ട്, റിങ്കു സിംഗിന്റെ ഒരു ക്യാച്ച്, അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു ക്യാച്ച്, അതും ജോസ് ബട്ട്ലറിന്റെ, അതൊക്കെ എക്സെപ്ഷണലായിരുന്നു. അതുപോലെ തന്നെ മികച്ച ക്യാപ്റ്റൻസി ആയിരുന്നു. ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്തത് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗിൽ ജോസ് ബട്ട്ലറിന്റെ പെർഫോമൻസ് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ജോസ് ബട്ട്ലർ മാത്രമാണ് ഇംഗ്ലണ്ടിൽ പിടിച്ചു തന്നത്. എനിക്കൊന്ന് സ്പിന്നേഴ്സിനെ കളിക്കാൻ ജോസ് ബട്ട്ലറിനാണ് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ജോസ് ബട്ട്ലർ പിടിച്ചത്. അത് മാത്രമല്ല ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു. ജോസ് ബട്ട്ലറും കൂടെ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് പോയതിന്. വളരെ മനോഹരമായിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു. ജോസ് ബട്ട്ലറിന് ഓൾറെഡി IPL കളിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് ഇന്ത്യൻ പിച്ചുകൾ. അതുകൊണ്ട് തന്നെ ജോസ് ബട്ട്ലറിന്റെ പെർഫോമൻസ് ആണ് ഇംഗ്ലണ്ടിനെ അത്രയെങ്കിലും ഒരു ഡീസന്റ് ആയിട്ടുള്ളൊരു ടോട്ടലിലേക്ക് എത്തിച്ചത്. വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ RCBയുടെ ബാറ്റ്സ്മാൻമാര്, അതായത് ജേക്കബ് ബേത്തൽ, ലിവിങ്സ്റ്റോൺ, പിന്നെ ഫിൽ സോൾട്ട്, ഇവർ 3 പേരും വമ്പൻ പരാജയം. 2 പേര് ഡക്കായി. ജേക്കബ് ബേത്തൽ ഒരു ക്ലൂ ഇല്ലാത്ത രീതിയിൽ കുറച്ചു നേരം ബാറ്റ് ചെയ്തിട്ട് ഔട്ടായി പോയി. RCB ഫാൻസിന് നെഞ്ചിടിപ്പ് കൂട്ടുന്ന രീതിയിലുള്ള ഒരു മാച്ചായിരുന്നു ഇന്ന്. അവർക്ക് 3 പേർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല ക്ലൂലെസ് ആയിരുന്നു അവർ 3 പേരും. ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ കുറച്ചും കൂടെ ടൈം എടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അവർ ആദ്യം തന്നെ അഗ്രസീവായിട്ട് കളിക്കാൻ നോക്കി. ഇന്ത്യൻ കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ ആ കണ്ടീഷൻസ് എന്തായാലും ഒരു ലോങ് സീരീസ് ആണ്, ഒരു 5 മാച്ചുള്ള സീരീസാണ്. അപ്പോൾ ആദ്യത്തെ 1-2 ഓവേഴ്സ് കുറച്ച് കോൺഷ്യസ് ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ, കുറച്ച് ആ ഏർലി വിക്കറ്റ്സ് ഒഴിവാക്കിയിരുന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഒരു തകർച്ചയിലേക്ക് പോകില്ലായിരുന്നു. അവർ കുറച്ച് 2-3 ഓവർ പവർ പ്ലേയിൽ അത്ര അധികം റണ്ണ് വന്നില്ലെങ്കിലും കുറച്ച് കോൺഷ്യസ് ആയിട്ട് കുറച്ച് ശ്രദ്ധിച്ച് കളിക്കേണ്ടതായിരുന്നു. ഒരു അഗ്രസീവ് ക്രിക്കറ്റ് അവർ കളിച്ചോട്ടെ. ഒരു സീരീസിന്റെ തുടക്കത്തിൽ ഒരു ഇന്ത്യ പോലൊരു സ്ഥലത്തേക്ക് വന്നിട്ട് ആ കണ്ടീഷൻസിന് ഒന്ന് സെറ്റിൽ ആവുന്നതിന് വരെ അവർ ക്ഷമ കാണിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഡിസാസ്റ്ററിലേക്ക് പോയില്ലായിരുന്നു ടീം. ഇങ്ങനൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക്, ഇങ്ങനൊരു തോൽവിയിലേക്കും പോയില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ഫൈറ്റെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റിയേനെ. ഇന്ത്യൻ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും പതിപോലെ തന്നെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു തുടക്കം തന്നെയാണ് ഇന്ത്യക്ക് നൽകി. സഞ്ജു സാംസൺ സെക്കൻഡ് ഓവറിൽ 22 റണ്ണാണ് അക്കിൻസനെ അടിച്ചത്. അന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയൊക്കെ കളിച്ച പോലെ തന്നെ അതിമനോഹരമായിട്ട് കളിച്ചു വന്നായിരുന്നു. ആ ഒരു 2ാമത്തെ ഓവറിൽ 22 റൺ അടിച്ച ഓവറിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ട്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് അഗ്രസീവ് ആയിട്ടുള്ള ഷോട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ജോഫ്ര ആർച്ചറിന്റെ 3ാമത്തെ ഓവറിൽ സഞ്ജു സാംസൺ ഔട്ടായി. പക്ഷേ ഈവൻ ദെൻ ആ ഒരു ഇന്നിങ്സ് അതിമനോഹരമായിരുന്നു. ഇനി ഇപ്പുറത്ത് അഭിഷേക് ശർമ്മ ഫ്ലോലെസ് ആയിട്ടാണ് കളിച്ചത്. ഒരു രക്ഷയില്ലാത്തൊരു ഇന്നിങ്സ്. ഇത്രയും ഈസി ആയിട്ട് ഒരു ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്ര ഈസി ആയിട്ട് എതിരാളികളെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാൻ വേറെ ഇല്ല എന്ന് പ്രൂവ് ചെയ്യായിരുന്നു ലിറ്ററലി.
ഞാൻ അഭിഷേക് ശർമ്മയുടെ സെലക്ഷനിൽ സത്യം പറഞ്ഞാൽ ഒരു കല്ലുകടി പറഞ്ഞിരുന്നു, വീണ്ടും പറയാണ്. പക്ഷേ ഇന്നത്തെ ഇന്നിങ്സ് സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ഇന്നിങ്സ്. അതായത് ഇംഗ്ലണ്ട് ബോളേഴ്സിന് യാതൊരു ഒരു തിരിച്ചു വരാനും ഇടം കൊടുക്കാത്ത അത്ര അങ്ങോട്ട് ഇടിച്ചു കയറി അവരെ അറ്റാക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. തിലക് വർമ്മയ്ക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു, കൂടെ നിന്ന് കൊടുത്താൽ മതി. ഏകദേശം മാച്ച് ഫിനിഷ് ചെയ്ത് കൊടുത്തതാണ് അഭിഷേക് ശർമ്മ ഔട്ടായി പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ടീം അഭിഷേക് ശർമ്മയെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഇന്നത്തെ ഇന്നിങ്സ് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ അവരുടെ ബോളിങ്ങിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അത് മാർക്ക് വുഡിൻ്റെ അതുപോലെ ജോഫ്ര ആർച്ചറിൻ്റെ ബോളർ, പ്രത്യേകിച്ചും ജോഫ്ര ആർച്ചറിൻ്റെ ബോളിങ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു സ്പെല്ല്. ജോഫ്ര ആർച്ചർ വെറും 21-22 റണ്ണേ കൊടുത്തുള്ള 4 ഓവറിൽ 2 വിക്കറ്റും എടുത്തിരുന്നു. അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചു സഞ്ജു സാംസണെയും അതുപോലെ തന്നെ കുറച്ചൊക്കെ അഭിഷേക് ശർമ്മയും. അപ്പോൾ ജോഫ്ര ആർച്ചറിന് സ്റ്റഫുണ്ട്, ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്ന് വ്യക്തമാണ്. RRനെ സംബന്ധിച്ച്, അതായത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് സന്തോഷം തരുന്ന ഒരു പെർഫോമൻസ് ആണ് ജോഫ്ര ആർച്ചറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ മാർക്ക് വുഡ് എറിഞ്ഞ ഓവർ, ഒരു രക്ഷയില്ലാത്ത സ്പീഡ്. ഇവർ മക്കൊല്ലം പറയുമ്പോൾ ഇവരുടെ ഗൺ ബോളേഴ്സ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതാണ് അവർ ഉദ്ദേശിച്ചത്. കളി തോറ്റു, പക്ഷേ അവരുടെ രണ്ടുപേരും മാർക്ക് വുഡിൻ്റെയും ആർച്ചറിൻ്റെയും ബോളിങ് തീർച്ചയായിട്ടും ഇനി വരുന്ന മാച്ചുകളിൽ ഭയപ്പെടണം. അപ്പോൾ മക്കൊല്ലം ഈ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അവരൊരു അഗ്രസീവ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റാണ് ഇംഗ്ലണ്ട് കളിക്കാൻ പോകുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇന്ത്യയുടെ ബോളേഴ്സിനെ, പ്രത്യേകിച്ചും വരുൺ ചക്രവർത്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പിന്നേഴ്സിനെ ക്രാക്ക് ചെയ്യാതെ, അവർക്കെതിരെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാതെ അഗ്രസീവ് ക്രിക്കറ്റ് ഇന്ത്യയിൽ കളിക്കാൻ പറ്റുമെന്ന് മക്കൊല്ലം സ്വപ്നം കാണണ്ട. എന്തായാലും ഡീപ്പായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് സൈഡാണ്. ശക്തമായിട്ട് ഇംഗ്ലണ്ടിന് തിരിച്ചു വരാൻ പറ്റട്ടെ. ഇനിയുള്ള മാച്ചിൽ ഇംഗ്ലണ്ട് ശക്തമായിട്ട് തിരിച്ചു വന്നെങ്കിലേ കാണുന്ന നമുക്കും ഒരു രസമുള്ളൂ. ഇംഗ്ലണ്ട് ഏത് രീതിയിലാണ് ഇതിന് മറുപടി കൊടുക്കുന്നതെന്ന് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇംഗ്ലണ്ട് ശക്തമായിട്ട് തന്നെ തിരിച്ചു വരട്ടെ, നമുക്കൊരു അടിപൊളി മാച്ച് കാണാൻ സെക്കൻഡ് T20 അവസരം ഉണ്ടാവട്ടെ. ഇങ്ങനെ ഏകപക്ഷീയമായിട്ടല്ലാതെ നമ്മളെ എഡ്ജ് ഓഫ് ദി സീറ്റിൽ ഇരുത്താൻ പറ്റുന്ന രീതിയിൽ ടൈറ്റ് ആയിട്ടുള്ള മാച്ച് ഉണ്ടാവട്ടെ നെക്സ്റ്റ് മാച്ച് തൊട്ട് അങ്ങോട്ട്. എന്തായാലും നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.